അയ്യോ അണ്ണനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലിപ് ലോക്ക് വീഡിയോ ഒക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള. അണ്ണനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേര് കേസ് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ അപ്ഡേഷൻ എന്താ? അപ്ഡേഷൻ പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ടൂൾ വെച്ചാൽ ഇപ്പോൾ എന്നെ പണ്ട് ആറാടിക്കാൻ പാട്ടിട്ട ടോണി ഒരാളുണ്ട്, പുള്ളി ഇപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നു. അപ്പോൾ പുള്ളി ഒരു സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്തു, ഫേക്കാണ്. പക്ഷേ ആളെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്, പക്ഷേ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഞങ്ങൾ ലീഗലായിട്ട് പോകാൻ കാരണം പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു ട്രാൻസ്ജെൻഡർ കേസ് വന്നു, അപ്പോൾ ഞങ്ങൾ പോപ്പുലറാണ്, യൂട്യൂബേഴ്സ് പോപ്പുലറാണ് പറഞ്ഞാൽ തൊപ്പി ആദ്യം എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഹോൾഡില്ല. സിനിമാക്കാർ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ ഇപ്പോൾ ബോജെ പോലും പൊക്കി, ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് കാണിച്ചത്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ലീഗലായിട്ട് തന്നെ പോവുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു 2 പെൺകുട്ടികളാണ് ചെയ്തെങ്കിൽ അവരെല്ലാം ആത്മഹത്യ ചെയ്താണ്. അതുകൊണ്ട് ലീഗലായിട്ട് തന്നെ ഞങ്ങൾ പോവുകയാണ്. ഇത് വിടാൻ പോകില്ല, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഞങ്ങൾ വൈറലായതുകൊണ്ട്. ഈ രാവിലെ ആണ്ട് അലിൻ ജോസ് പെരേര ആറെണ്ണ തെറി പറഞ്ഞ എന്തൊരു ഇഷ്യൂ ഉണ്ടല്ലോ. അലിൻ ജോസ് പെരേര എന്നെയല്ല തെളിച്ചതാണ്, ബ്രൈറ്റാണ് കൂട്ടുകാരനെയാണ്, അത് തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ പുള്ളി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പുള്ളിക്ക് അടി കൊണ്ടു. പുള്ളി ബ്രൈറ്റ് കുറച്ച് പ്രകോപിപ്പിച്ചു, പക്ഷേ പുള്ളി കുറച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പുള്ളി കിളിപോയ അവസ്ഥയായി, ഭയങ്കരമായി. മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കി, അവിടെ അവരടിക്കുകയും ചെയ്തു. ആറെണ്ണിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം വല്ല? ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ക്യാപ്ഷൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടത്. ബ്രൈറ്റിന് വേണം ആളെ അറ്റാക്ക് ചെയ്തത്, എന്നെയല്ല. ശരിക്കും എന്താണ് സംഭവം ഉണ്ടായത്? സംഭവം പറഞ്ഞാൽ ബ്രൈറ്റ് ആദ്യം കുറച്ച് പ്രൊവോക്ക് ചെയ്തു. ഇത് പണ്ട് വലിയ പ്രശ്നമുണ്ട്, കുറച്ച് ആളായിട്ട് ഈഗോ പ്രോബ്ലം ഉണ്ട്. ഇയാൾ ആദ്യം കുഴപ്പമുണ്ടായില്ല, ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിൽ വിട്ടുപോയി, അലിൻ ജോസ് പെരേരയുടെ കയ്യിൽ വിട്ടുപോയി. പിന്നെ അവിടെ പോയി പോലീസ് സ്റ്റേഷൻ പോയി ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, 2 കൊടുക്കുകയും ചെയ്തു. എന്തിൻ്റെ പേരിലാണ് പോലീസുകാർ മർദ്ദിച്ചത്? കാരണം മറ്റേ ബ്രൈറ്റിൻ്റെ ഫോണുണ്ട്, ആ ഫോൺ ഇയാളെടുത്ത് എടുക്കാൻ പോയി. ആ ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മമ്മൂട്ടി മോഹൻലാലും കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്, ഒരു CV ഉണ്ടായിരുന്നു. ഇവർ കോമാളികളാണ്, പൊട്ടന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ അത് പുറത്ത് വന്നാൽ പുള്ളിക്ക് പേടിയുണ്ട്, ഫാൻസി എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഫോൺ എടുക്കാൻ പോയപ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ പേരിലാണ് പോലീസ് ചെയ്തത്.